യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ 3ാം സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ 7ാം ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിൽ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്താണ്, അതിൻ്റെ ലൈഫ് ഫണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിൻ്റെ ബാലൻസ് ഷീറ്റിലെ വാല്യുവേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ആദ്യം ഇൻഷുറൻസിൻ്റെ മീനിങ് ആണ് പഠിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസിലേക്ക് കടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇൻഷുറൻസ്? ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ഒരു കോൺട്രാക്റ്റ് ആണ്. വെർ ബൈ വൺ പാർട്ടി അഗ്രീസ് ഫോർ എ കൺസിഡറേഷൻ കോൾഡ് പ്രീമിയം ടു ഇൻഡെമിനിഫൈ ദ അതർ against a possible loss or to pay a stated sum of money on the happening of a particular event. എന്താ പറഞ്ഞേ, ഒരു ഇവൻ്റ് സംഭവിക്കുകയാണെങ്കിൽ ആ സംഭവിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അതിൻ്റെ നഷ്ടം കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഇത്ര എമൗണ്ട് സം ഓഫ് മണി തരാമെന്ന് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് എഗ്രി കൊടുക്കുകയാണ്, സമ്മതിക്കുകയാണ്. പക്ഷെ എന്ത് വേണം? പകരം എനിക്കൊരു കൺസിഡറേഷൻ വേണം. ആ കൺസിഡറേഷൻ പറയുന്ന പേരാണ് പ്രീമിയം. അതായത് ഒരു പാർട്ടി മറ്റേ പാർട്ടിയോട് പറയാണ്, നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ഞാൻ നികത്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ആ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ കുറച്ച് പൈസ തരാം, പക്ഷേ പകരം നിങ്ങൾ എന്ത് എനിക്ക് തരണം? പ്രീമിയം തരണം എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് പാർട്ടി എൻട്രി ചെയ്യുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദ പാർട്ടി ഹൂ അണ്ടർടേക്ക് ദ റിസ്ക് ഈസ് കോൾഡ് ഇൻഷുറർ. അതായത് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ആരാണ് നഷ്ടം നികത്തി തരാമെന്ന് പറയുന്നത്? അയാളെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയുന്നത്. ആൻഡ് ദ പാർട്ടി ഹൂസ് റിസ്ക് ഈസ് കവേർഡ്, ദ പേഴ്സൺ ഹൂ ടേക്സ് ദ ഇൻഷുറൻസ് പോളിസി ഈസ് കോൾഡ് ഇൻഷുർഡ്. ആരാണ് ആ പോളിസി എടുക്കുന്നത്, ആരുടെ റിസ്ക്കാണ് കമ്പനി ഏറ്റെടുക്കുന്നത്, അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി റിസ്ക് എടുക്കുന്ന ആളും ആരുടെ റിസ്ക്കാണ് എടുക്കുന്നത് അയാൾ നമ്മൾ ഇൻഷുർഡ് എന്ന് പറയുന്നു. ഓക്കെ, ദ ഇൻഷുർഡ് മസ്റ്റ് പേ എ കൺസിഡറേഷൻ കോൾഡ് പ്രീമിയം. അപ്പോൾ ഇൻഷുർഡ് എന്ത് ചെയ്യണം? പ്രീമിയം കൊടുക്കണം. ദ റിട്ടേൺ ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻ ദ കോൺട്രാക്ട് ഈസ് നോൺ ആസ് പോളിസി. അപ്പോൾ അവർ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു കോൺട്രാക്റ്റ് എഴുതിയിട്ടുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി എവിഡൻസ് ഓഫ് കോൺട്രാക്ട്. അതെന്താണ്? അവർ തമ്മിലുള്ള കോൺട്രാക്റ്റിൻ്റെ എവിഡൻസ് ആണ്. ഇറ്റ് സ്റ്റേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്ട്. അതിലാണ് എന്തുണ്ടാവുക? ഇതിൻ്റെ ടേംസും കണ്ടീഷനും ഒക്കെ എഴുതി ഉണ്ടാക്കിയ രേഖേനെയാണ് നമ്മൾ പോളിസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ മീനിങ് ആണ് നോക്കാൻ പോകുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് by which insurer in consideration of premium agree to pay a certain sum of money either on the death of the insured or on the expiry of specified period whichever happened earlier. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റാണ്. ഇൻഷുറൻസ് കമ്പനിയും നമ്മൾ തമ്മിലൊരു കോൺട്രാക്റ്റ്. നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു പ്രീമിയം കൊടുക്കുകയാണെങ്കിൽ കമ്പനിക്കാർ നമുക്ക് എന്ത് തരും? ഒന്നെങ്കിൽ നമ്മുടെ ഡെത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആ പീരീഡ്, കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട പീരീഡ് കഴിയുമ്പോൾ അവർ നമുക്ക് പൈസ തരും, കുറച്ചധികം പൈസ തരും. ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അവർ കുറച്ചധികം പൈസ നമുക്ക് തരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് എ കോൺട്രാക്ട് ബൈ വിച്ച് ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പഠിച്ചില്ല. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇൻഷുറൻസ് കമ്പനി ഇൻ കൺസിഡറേഷൻ ഓഫ് പ്രീമിയം. നമ്മൾ എന്ത് കൊടുക്കണം? അവർക്ക് പ്രീമിയം കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് എഗ്രി ചെയ്യാണ്? ടു പേ എ സർട്ടൻ സം ഓഫ് മണി. നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് തരാം. എപ്പോൾ? ഐദർ ഓൺ ദ ഡെത്ത് ഓഫ് ദി ഇൻഷുർഡ്, ഒന്നെങ്കിൽ നമ്മുടെ മരണസമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെട്ട സമയം കഴിയുമ്പോൾ, വിച്ചർ ഈസ് ഹാപ്പൺ ഏർലിയർ. ഏതാണോ ആദ്യം സംഭവിക്കുന്നത്, രണ്ട് സമയത്തും കിട്ടില്ല കേട്ടോ. പീരീഡ് കഴിഞ്ഞേക്കാൾ മുന്നേ നമ്മൾ മരിച്ചുപോയി, അതിനും കിട്ടില്ല. ഏതാണ് ആ സമയം ആദ്യം നടക്കുന്നത് ആ സമയത്ത് അവർ ആ സർട്ടൻ സം ഓഫ് മണി നമുക്ക് തരാമെന്ന് സമ്മതിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയും നമ്മൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പറയുന്നത്. എ ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ഈസ് എ ലോങ് ടേം കോൺട്രാക്ട്. ഇതെന്താണ്? ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണ്. 10 വർഷം 20 വർഷമൊക്കെയാണ്. ആൻഡ് ദ അഷ്വേർഡ് മസ്റ്റ് പേ ദ പ്രീമിയം അറ്റ് സ്റ്റേറ്റഡ് ഇൻ്റർവൽസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീമിയം അടക്കുക എങ്ങനെയാണ്? ക്വാർട്ടർലി, ഹാഫ് ഏർലി, ആനുവലി ഒക്കെ ആയിട്ടാണ് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദ ഇൻഷുറൻസ് ഗ്യാരണ്ടി ടു പേ സർട്ടൻ സം ഓഫ് മണി ടു ദ അഷ്വേർഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ്. അപ്പോൾ ഇവൻറ്റ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് എന്ത് തരുന്നത്? അവർ അത്രയും വലിയ എമൗണ്ട് നമുക്ക് തരുന്നത്. ദ ഇവൻറ്റ് ഈസ് ഐദർ ഡെത്ത് ഓർ എക്സ്പയറി ഓഫ് എ ഫിക്സ്ഡ് പീരീഡ്. അപ്പോൾ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെട്ട ആ കാലാവധി കഴിയുമ്പോൾ. ഇതിലേതാണോ സംഭവിക്കുന്നത്, ആദ്യം സംഭവിക്കുന്ന സമയത്താണ് നമുക്ക് ഈ പൈസ തരാം. എന്തായാലും ഈ സംഭവം നടന്നിരിക്കുമെന്നാണ് പറയുന്നത്. ഇവൻറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻസ്. കാരണം എന്താ, നമ്മൾ ഇപ്പോൾ ആ സമയത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മരണം സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ആ ഫിക്സ്ഡ് പീരീഡ് കഴിയുമല്ലോ, 10 വർഷം കഴിയുമല്ലോ,
ആ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ആ പൈസ കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ കോൺട്രാക്റ്റ് ആണ്. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറർ ഈസ് ദ പാർട്ടി വിച്ച് ഗ്യാരണ്ടി ടു പേ certain sum of money to the insured either on ഹിസ് ഡെത്ത് ഓർ ഓൺ ദ എക്സ്പയറി ഓഫ് എ സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ്. ഒന്നെങ്കിൽ ഇൻഷുറൻസ് എടുത്ത ആളുടെ ഡെത്ത് സമയത്തോ അല്ലെങ്കിൽ അവർ ഏർപ്പെട്ടുള്ള ആ ഇയർ കഴിയുമ്പോഴോ എ സർട്ടൻ സം ഓഫ് മണി കൊടുക്കാമെന്ന് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് എടുത്ത ആളുമായി ഏർപ്പെട്ടിട്ടുള്ള ഒരു കരാറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈഫ് ഇൻഷുറൻസ് പറയുന്നത്. ഇൻഷുർഡ് ഈസ് ദ പേഴ്സൺ ഹൂസ് റിസ്ക് ഈസ് കവേർഡ് ഓർ ഹൂ ടേക്ക് ദ ഇൻഷുറൻസ് പോളിസി. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്, ആരുടെ റിസ്ക് ആണോ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അയാളെ നമ്മൾ ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞാൽ എന്താണ്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. തേർഡ് വൺ പ്രീമിയം ആണ്. ഇൻഷുറർ ഹാസ് ടു പേ എ തേർഡ് വൺ പ്രീമിയം ആണ്. ഇൻഷുറർ ഹാസ് ടു പേ എ കൺസിഡറേഷൻ ടു ദ ഇൻഷുറർ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓർ ദ ഗ്യാരണ്ടി ഗിവൺ ടു ഇൻഷുർഡ്. ഇൻഷുറർ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് എടുക്കുന്ന ആൾ എന്ത് ചെയ്യണം, ഒരു കൺസിഡറേഷൻ കൊടുക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ കൺസിഡറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീമിയം എന്ന് പറയുന്നത്. ദിസ് കൺസിഡറേഷൻ ഈസ് കോൾഡ് പ്രീമിയം. ഇറ്റ് ഈസ് പേയബിൾ മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഓർ ആനുവലി. എങ്ങനെ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പ്രീമിയം കൊടുക്കാനായിട്ട് സാധിക്കും. ഇവൻറ്റ് ഈസ് സെർട്ടൻ. ഇവൻറ്റ് എന്തായാലും സംഭവിക്കും. ദ ഇൻഷുറർ വിൽ പേ ടു ദ ഇൻഷുർഡ് ദ എമൗണ്ട് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ്. നമ്മൾ പറഞ്ഞു അല്ലേ, എന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നമുക്കൊരു തുക തരുന്നത് പറഞ്ഞു അല്ലേ. ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഇവൻറ്റ് ഈസ് ഐദർ ഡെത്ത് ഓർ ദ എക്സ്പയറി ഓഫ് ഫിക്സ്ഡ് പീരീഡ്. ഫിഫ്ത്ത് വൺ വരുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് റിസ്ക് ആൻഡ് എ പ്രൊവിഷൻ ഫോർ സേവിങ്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്ഷനാണ്. അതായത് നമുക്ക് റിസ്ക് ഉണ്ടാകുമ്പോൾ അവർ കവർ ചെയ്ത് തരാമെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അതുകൂടാതെ ഇനി അഥവാ റിസ്ക് സംഭവിച്ചില്ലെങ്കിലോ ആ പൈസ കിട്ടും അല്ലേ. അതെന്താണ്, നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു സേവിങ്സ് ആണ് എന്നാണ് പറയുന്നത്. ഇത് ഇൻഷുർഡ് ഡൈസ് ബിഫോർ ദ മെച്യൂരിറ്റി ദ പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ടു ദ നോമിനി ഓഫ് ദ ഡിസീസ്ഡ്. ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മൾ ആ കാലാവധിക്ക് മുന്നേ മരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ നോമിനിക്ക് ആ പൈസ കിട്ടും അല്ലേ. അപ്പോൾ എന്താണ്, ഒരു പ്രൊട്ടക്ഷനാണ്. Thus, it is a protection against the risk. If the money becomes due during his lifetime, the amount will be paid to him. Thus, the provision for സേവിങ്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമുക്ക് ആ ഡെത്ത് എന്ന് പറഞ്ഞ ഇവൻറ്റ് സംഭവിച്ചില്ലെങ്കിലോ നമുക്ക് ആ മെച്യൂരിറ്റി ആകുമ്പോൾ നമ്മുടെ കയ്യിലാണ് പൈസ കിട്ടുക. അത് നമുക്ക് എന്താണ്, ഒരു സേവിങ്സ് ആണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്. നെക്സ്റ്റ് വൺ സറണ്ടർ ആണ്. ഇഫ് ദ പ്രീമിയം ഈസ് പെയ്ഡ് ഫോർ എ സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ് and thereafter the insured is not in a position to continue to pay the premium, he can surrender the policy with the company. എന്താ പറയുന്നത്, ഇപ്പോൾ ഇഫ് ദ പ്രീമിയം ഈസ് പെയ്ഡ് ഫോർ എ സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ്, നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് കുറച്ച് വർഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീമിയം അടച്ചിട്ടുണ്ട്. ആൻഡ് ദെയർ ആഫ്റ്റർ ദ ഇൻഷുർഡ് ഈസ് നോട്ട് പൊസിഷൻ ടു കണ്ടിന്യൂ ദ പ്രീമിയം. അതിന് ശേഷം നമുക്ക് ആ പ്രീമിയം അടക്കാനായിട്ട് പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹി ക്യാൻ സറണ്ടർ ദ പോളിസി വിത്ത് ദ കമ്പനി. നമുക്ക് എന്ത് ചെയ്യാം, പോളിസി കമ്പനിക്ക് സറണ്ടർ ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആണ്. ദർ ആർ സെവറൽ ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ഒരുപാട് തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ആണ്, ഒരു 6 നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ടേം ലൈഫ് ഇൻഷുറൻസ് ആണ്. ദിസ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ലാസ്റ്റ് ഫോർ എ ഫിക്സ്ഡ് ടേം. ഒരു ഫിക്സ്ഡ് ടേമിലേക്കാണ്, ഒരു ഫിക്സ്ഡ് പീരീഡിലേക്കാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അതിനെ ടേം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നു. വോൾ ലൈഫ് ഇൻഷുറൻസ്. ദിസ് ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ലാസ്റ്റ് ദ വോൾ ലൈഫ്. ഒരു ജീവിതകാലം മുഴുവൻ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ എമൗണ്ട് വിൽ ബി പെയ്ഡ് ഓൺലി ദ ഡെത്ത്. മരണസമയത്ത് മാത്രമേ അതിൻ്റെ എമൗണ്ട് കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള ഇൻഷുറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂണിവേഴ്സൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. ദിസ് ഈസ് ലൈഫ് ലോങ് കവർ വിത്ത് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. ഇതിൻ്റെ പ്രത്യേകിച്ച് ലൈഫ് ലോങ് തന്നെയാണ്, പക്ഷേ ഫ്ലെക്സിബിൾ പേയ്മെൻ്റ് ആയിരിക്കും യൂണിവേഴ്സൽ ലൈഫ് ഇൻഷുറൻസിൽ. നെക്സ്റ്റ് വേരിയബിൾ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇറ്റ് കവർ ഫോർ ലൈഫ് ആൻഡ് അലോ ദ പോളിസി ഹോൾഡർ ടു ഇൻവെസ്റ്റ്. ഇതിലെന്ത് കിട്ടും, നമുക്ക് ലൈഫിന് ഇൻഷുറൻസ് കിട്ടും, പിന്നെ എന്താണ് അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു ഓപ്ഷൻ കൂടി അവിടെയുണ്ട്. ക്യാഷ് വാല്യൂ ചേഞ്ചസ് മാർക്കറ്റ് അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പോൾ അതിൻ്റെ ക്യാഷ് വാല്യൂ മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് എംപ്ലോയർ ഇൻഷുവേഴ്സ് ദ ലൈഫ് ഓഫ് ദി ഹിസ് എംപ്ലോയി. ഇതിൽ ഒരു വ്യക്തി അയാളുടെ ലൈഫിന് വേണ്ടിയിട്ടല്ല, എംപ്ലോയറുടെ അയാളുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ്. നെക്സ്റ്റ് ക്രെഡിറ്റ് ലൈഫ് ഇൻഷുറൻസ് ആണ്. ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് വിച്ച് ഈസ്
which is meant for protecting the lenders. ഇത് കടം കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ഇൻഷുറൻസ് ആണ്. When the lender give the loan to borrower, the lender insure the life of the borrower. അപ്പോൾ ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ ഞാനാണ് എന്ത് എടുക്കുന്നത്, ഇൻഷുറൻസ് എടുക്കുന്നത് അയാളുടെ പേരിൽ. കാരണം എന്താ, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കടം തിരിച്ചു തരണ്ടേ, അങ്ങനെ. ഓക്കെ. ഇഫ് ദ ബോറോവർ ഡൈസ് ദർ ഇസ് നോ ഡിഫിക്കൽറ്റി ഇൻ റീപേയിങ് ദ ലോൺ ടേക്കൺ. അപ്പോൾ അയാൾ എടുത്ത ലോണ് പെട്ടെന്ന് അയാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അയാളുടെ ലൈഫിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ക്രെഡിറ്റ് ലൈഫ് ഇൻഷുറൻസ്. ടൈപ്പ് ഓഫ് ലൈഫ് പോളിസീസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ വോൾ ലൈഫ് പോളിസി. This is the ordinary policy. In this type of policy, the sum assured become payable to the beneficiary only on the death of insured. ഇൻഷുറൻസ് എടുത്ത വ്യക്തിയുടെ മരണ സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, നമ്മൾ ആ തുക കിട്ടുന്നുള്ളൂ. ദ ഇൻഷുർഡ് ഹാസ് ടു പേ ദ പ്രീമിയം ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. അയാളുടെ ജീവിതകാലം മുഴുവൻ എന്ത് കൊടുക്കണം, പ്രീമിയം കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് എൻഡോമെൻറ്റ് പോളിസി. ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോളിസി സം assured become payable on the attainment of specified age. ഒരു ഏജ് പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ 18 വർഷം അല്ലെങ്കിൽ 21 വയസ്സ്. അപ്പോൾ 21 വയസ്സോ അല്ലെങ്കിൽ 18 വയസ്സോ ആവുന്ന സമയത്ത്, ഓർ ഡെത്ത് അല്ലെങ്കിൽ അയാളുടെ മരണസമയത്ത്, വിച്ച് ഈസ് ഏർലിയർ, ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആ സം അഷ്വേർഡ് കിട്ടുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ആൻറ്റി പോളിസിയാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോളിസി ദ എമൗണ്ട് ഓഫ് പോളിസി ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ആനുറ്റി, അതായത് ഫിക്സ്ഡ് പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഓർ ഫോർ എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓർ ടിൽ ദ ഡെത്ത് ഓഫ് ദി ഇൻഷുർഡ്. ഒന്നെങ്കിൽ അയാളുടെ മരണം വരെ അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ടായിരിക്കും, ആ പറഞ്ഞ വർഷം വരെ ഒരു ഫിക്സ്ഡ് പീരിയോഡിക്കൽ പേയ്മെൻറ്റ് പോലെ എന്ത് കിട്ടും, നമുക്ക് സം അഷ്വേർഡ് കിട്ടും. അതിനാണ് ആനുറ്റി പോളിസി എന്ന് പറയുന്നത്. ഒരുമിച്ച് ഒറ്റ തവണ കിട്ടുന്നില്ല, ഒന്നുകിൽ ഡെത്ത് വരെ അല്ലെങ്കിൽ 10 വർഷം 5 വർഷം ആ പറഞ്ഞ വർഷം വരെ പീരിയോഡിക്കലി കുറച്ചേശ്ശെ എമൗണ്ട് കിട്ടണം. നെക്സ്റ്റ് വിത്ത് പ്രോഫിറ്റ് പോളിസി. In this case of the policy holder or his nominee will get a share in the profit of the company in the form of bonus in addition to sum assured. ഈ പോളിസിയിൽ നമുക്ക് കിട്ടുന്ന സം അഷ്വേർഡിന് പുറമെ കമ്പനിയുടെ പ്രോഫിറ്റിനും ഒരു ഭാഗം, ഒരു ബോണസായിട്ട് ഒന്നെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ നോമിനിക്ക് കൂടി കിട്ടുന്നു. നെക്സ്റ്റ് വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസി. അണ്ടർ ദിസ് പോളിസി ദ ഇൻഷുർഡ് ഗെറ്റ്സ് ഓൺലി എ ഫിക്സ് സം ഓഫ് മണി. ഇതിൽ ഫിക്സ് സം ഓഫ് മണി മാത്രമേ കിട്ടുന്നുള്ളൂ, എന്ത് കിട്ടുന്നില്ല, കമ്പനിയുടെ പ്രോഫിറ്റ് കിട്ടുന്നില്ല. നെക്സ്റ്റ് ജോയിൻറ്റ് ലൈഫ് പോളിസി. It is possible to take out of policy upon the joint life of 2 or more persons. രണ്ടോ അതിലധികമോ ആൾക്കാർ ഒരുമിച്ച് എന്ത് ചെയ്യാണ്, ഇൻഷുറൻസ് എടുക്കുകയാണ്. ഒന്നെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഫേമിലെ പാർട്ട്നേഴ്സ് അവരൊക്കെ. ഇൻ ദിസ് കേസ് സം അഷ്വേർഡ് ബിക്കം പേയബിൾ ആഫ്റ്റർ ദ എക്സ്പയർ ഓഫ് എ സെർട്ടൺ പീരീഡ്. ഇതിൽ എങ്ങനെ കിട്ടാം, ഒന്നെങ്കിൽ നിശ്ചിത പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ കാലാവധി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതിലാരെങ്കിലും മരിക്കുമ്പോൾ, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം, സം അഷ്വേർഡ് കിട്ടാം. നെക്സ്റ്റ് ചിൽഡ്രൻ ഡെഫേർഡ് ഇൻഷുറൻസ്. This type of policy is taken by the parents on the life of their children with a view to providing fund for meeting the expense of their education, marriage when they become age. അപ്പോൾ പേരൻസ് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ എഡ്യൂക്കേഷനോ മാരേജിന് വേണ്ടിയിട്ടോ ആ സമയമാകുമ്പോൾ ഒരു 18 വയസ്സോ 21 വയസ്സോ ഒക്കെ ആകുമ്പോൾ ഒരു വലിയ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യണ പോളിസീസാണ് ചിൽഡ്രൻ ഡെഫേർഡ് ഇൻഷുറൻസ്. നെക്സ്റ്റ് ഡബിൾ ആക്സിഡൻറ്റ് ഇൻഡെമിനിറ്റി പോളിസി. According to the policy, if the insurer dies because of the accident കാരണമാണ് ഇൻഷുറൻസ് എടുത്ത വ്യക്തി മരിക്കുന്നതെങ്കിൽ ഹിസ് റെപ്രസെൻറ്റേറ്റീവ് വിൽ ഗെറ്റ് ഡബിൾ ദ എമൗണ്ട് ഓഫ് പോളിസിയുടെ ഇരട്ടി പൈസ കിട്ടും. Last one, money back policy. Here, assured amount is paid to the insured not once but periodically in installment. ഇതിലെങ്ങനെ കിട്ടുന്നത്, ഒറ്റ തവണയായിട്ടല്ല, ഇതും പീരിയോഡിക്കലായിട്ടാണ് കിട്ടുന്നത്. 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ 20% കിട്ടുന്നു. അങ്ങനെ പീരിയോഡിക്കലി കിട്ടാണ്. അതിനാണ് നമ്മൾ മണി ബാക്ക് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ലൈഫ് ഇൻഷുറൻസിൽ കുറച്ച് ടേംസ് ആണ് പരിചയപ്പെടുന്നത്. ഫസ്റ്റ് വൺ പ്രീമിയം ആണ്. പ്രീമിയം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ആണ് പ്രീമിയം. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ ആംഗിളിലാണ് ചിന്തിക്കുന്നത് കേട്ടോ. പ്രീമിയം ഈസ് എ കൺസിഡറേഷൻ വിച്ച് ദ ഇൻഷുർഡ് ഹാസ് ടു പേ ടു ദ ഇൻഷുറൻസ് കമ്പനി ഫോർ ദ പ്രൊട്ടക്ഷൻ ഗിവൻ ടു ഹിം. അപ്പോൾ ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷന് പകരമായിട്ട് അയാൾ കൊടുക്കുന്ന കൺസിഡറേഷനാണ് പ്രീമിയം എന്ന് പറയുന്നത്. പ്രീമിയം പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻഷുറൻസ് അഗ്രിമെൻറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ഇയർ പ്രീമിയം. അപ്പോൾ ഇൻഷുറൻസ് അഗ്രിമെൻറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തെ ഫസ്റ്റ് ഇയർ പ്രീമിയം എന്ന് പറയുന്നു. പ്രീമിയം പെയ്ഡ് സബ്സിക്വൻ്റ്ലി ആർ നോൺ ആസ് റിന്യൂവൽ പ്രീമിയം. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന പ്രീമിയമാണ് റിന്യൂവൽ പ്രീമിയം. ഇൻ ദ കേസ് ഓഫ് ടോട്ടൽ പ്രീമിയം ഈസ് പെയ്ഡ് ഓൺലി വൺസ് ഇറ്റ് ഈസ് കോൾഡ് സിംഗിൾ പ്രീമിയം. നമ്മൾ ഒറ്റ തവണയാണ് പ്രീമിയം കൊടുക്കുന്നതെങ്കിൽ അതിനെ സിംഗിൾ പ്രീമിയം എന്ന് പറയുന്നു.
റീഇൻഷുറൻസ് ആണ്. വെൻ എ ഇൻഷുറൻസ് കമ്പനി ആസ് ദ ബിസിനസ് ഓഫ് ഹയർ റിസ്ക് ഇറ്റ് മേ പാസ് on some risk to another insurance company so as to reduce its own risk. This is known as reinsurance. അതായത് നമ്മളൊരു ബിസിനസ് കമ്പനി എ എന്ന് പറഞ്ഞാൽ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് കമ്പനി ഉണ്ടായിരുന്നു. ഇവരൊരു ഇൻഷുറൻസ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ അത് ഹെവി റിസ്ക് ആണ്. അപ്പോൾ ഇവർക്ക് ആ ഇൻഷുറൻസ് ഏറ്റെടുക്കുമ്പോൾ നഷ്ടമുണ്ടായാൽ അത് മുഴുവൻ ഇവരെ മാത്രം ബാധിക്കും അല്ലേ. അപ്പോൾ ഇവർ എന്ത് ചെയ്യാണ്, ഈ ഇൻഷുറൻസ് വേറെ ഒരു കമ്പനിക്ക് ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി കൂടി ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഇൻഷുറൻസ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ എ ലിമിറ്റഡ് എന്ന കമ്പനി ഇവരുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു കമ്പനിയെ കൂടി സമീപിക്കുകയാണ്. അങ്ങനെ രണ്ടുപേര് കൂടിയിട്ടാണ് ഈ ഇൻഷുറൻസ് ഏറ്റെടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കമ്മീഷൻ. Commission is the amount paid by the insurance company to its agent in consideration of business procured through them. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇൻഷുറൻസ് കമ്പനി നേരിട്ട് നമ്മുടെ വീട്ടിലേക്കൊന്നും വരുന്നില്ല, ഏജൻസ് ത്രൂ ആണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഏജൻസിന് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻറ്റഡ് ആണ്. ദിസ് ഈസ് എ ലംസം എമൗണ്ട് റിസീവ്ഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി ഇൻ ദ ബിഗിനിങ് ആസ് എ കൺസിഡറേഷൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് ആനുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗിനിങ്ങിൽ കിട്ടുന്ന ലംസം എമൗണ്ടിനെയാണ് നമ്മൾ കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻറ്റഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദിസ് എമൗണ്ട് ദ കമ്പനി മേക്സ് ദ ആനുവൽ പേയ്മെൻറ്റ്. ഇതിൽ നിന്നാണ് കമ്പനി ആനുവൽ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. The company which has accepted reinsurance will pay commission to the company which has given reinsurance. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ എ ലിമിറ്റഡ് ഉണ്ടായിരുന്നു, ബി ലിമിറ്റഡ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബി ലിമിറ്റഡിന് നമ്മൾ എന്താ ചെയ്തത്, ഇൻഷുറൻസിൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസിൻ്റെ കൊടുത്തു അല്ലേ. അപ്പോൾ ഈ ഇൻഷുറൻസ് കൊടുത്ത കമ്പനി ബി ലിമിറ്റഡ് എ ലിമിറ്റഡിന് ഒരു കമ്മീഷൻ കൊടുക്കും. അതിനെയാണ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറയുന്നത്. ദ പേയ്മെൻറ്റ് ഓഫ് സച്ച് commission is called commission on reinsurance accepted. It is the expense of the company. അപ്പോൾ ഇത് കമ്പനിയെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ആനുറ്റി ആണ്. Annuity is the annual payment made by the insurance company to the insured out of the lump sum received in the beginning. ബിഗിനിങ്ങിൽ കിട്ടിയ ലംസം എമൗണ്ടിൽ നിന്ന് പീരിയോഡിക്കലി ഇൻഷുർഡിന് കൊടുക്കുന്ന ആ പേയ്മെൻറ്റിനെയാണ്, ആനുവൽ പേയ്മെൻറ്റിനെയാണ് നമ്മൾ ആനുറ്റി എന്ന് പറയുന്നത്. ആൻറ്റി സിംപ്ലി റെഫേഴ്സ് ദ ആനുവൽ പേയ്മെൻറ്റ്. ആനുറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ, ആനുവൽ പേയ്മെൻറ്റ് ആണ്. ഇറ്റ് ഈസ് ഐറ്റം ഓഫ് എക്സ്പെൻസ്. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അത് നമ്മുടെ എക്സ്പെൻസ് ആണ്. ഇറ്റ് ഷോൺ അണ്ടർ ദ ബെനിഫിറ്റ് പെയ്ഡ് ഷെഡ്യൂൾ 4 കാണിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. ആൻഡ് റിലേറ്റിംഗ് ടു റീ ഇൻഷുറൻസ് മസ്റ്റ് ബി ഡിഡക്റ്റഡ്. ഇപ്പം നമുക്ക് റീ ഇൻഷുറൻസിൻ്റെ ആനുറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. നെക്സ്റ്റ്, സറണ്ടർ വാല്യൂ ആണ്. If the assured is not able to continue the payment of the premium on his policy and desire to give up the policy, he can surrender his policy before maturity. അപ്പോൾ മെച്യൂരിറ്റി വരെ ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് പേയ്മെൻറ്റ് പ്രീമിയം അടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാം, പോളിസി സറണ്ടർ ചെയ്യാം. ദ ഇൻഷുറൻസ് കമ്പനി വിൽ പേ ഹിം ദ സം എമൗണ്ട് ഓൺ ദ അൺഎക്സ്പയർഡ് പോളിസി. അപ്പോൾ അൺഎക്സ്പയർഡ് പോളിസിയുടെ ഒരു എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി ആൾക്ക് കൊടുക്കുന്നു. ദ എമൗണ്ട് വിച്ച് the insured get the insurance on surrender the policy is called surrender value. അങ്ങനെ സറണ്ടർ ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി പോളിസി. ഹി വിൽ ഗെറ്റ് സറണ്ടർ വാല്യൂ ഓൺലി ആഫ്റ്റർ ഇറ്റ് ഹാസ് റൺ ഫോർ 2 years. 2 വർഷമെങ്കിൽ കമ്പനി പോളിസി അടച്ചാൽ മാത്രമാണ് സറണ്ടർ വാല്യൂ കിട്ടുന്നുള്ളൂ. ഇറ്റ് ഈസ് പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി. അത് പെട്ടെന്ന് തന്നെ അയാൾക്ക് എമൗണ്ട് കിട്ടുന്നതാണ്. Next is bonus in reduction of premium. Sometimes instead of paying bonus in cash, the insurance company may adjust the amount of bonus payable against the future amount of premium to be collected from the insured. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് ആ കമ്പനിയുടെ പ്രോഫിറ്റിൽ കൂടി എന്ത് കിട്ടും, പ്രോഫിറ്റ് കൂടി ബോണസ് വഴി കിട്ടുമെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ കമ്പനിയുടെ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ പ്രോഫിറ്റ് ക്യാഷായിട്ട് കൊടുക്കാണ്ട് കമ്പനി എന്ത് ചെയ്യും, ഇയാൾ ഇനി അടക്കാനുള്ള പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ദ എമൗണ്ട് ഓഫ് ബോണസ് സോ അഡ്ജസ്റ്റഡ് ടുവേഴ്സ് ദ പ്രീമിയം ഡ്യൂ ഈസ് നോൺ ആസ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. നെക്സ്റ്റ്, റിവേർഷൻ ആണ്. ദ എമൗണ്ട് ഓഫ് ബോണസ് ടു ബി പെയ്ഡ് ടു ദി പോളിസി ഹോൾഡർ അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി മേ ബി ഇൻവെസ്റ്റഡ് ഫോർ ദ ടൈം ബീയിങ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി ഇൻ ഓർഡർ ടു ഏൺ മോർ ഇൻകം. അപ്പോൾ മെച്യൂരിറ്റി സമയത്ത് പോളിസി ഹോൾഡറിന് കൊടുക്കാനുള്ള തുക കമ്പനി എന്ത് ചെയ്യാണ്,
ഇൻവെസ്റ്റ് ചെയ്യാണ് കൂടുതൽ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട്. സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടേം ആസ് റിവേർഷൻ. ഇറ്റ് ഈസ് അസറ്റ് ഓഫ് ഇൻഷുറൻസ് കമ്പനി. ഇത് കമ്പനിയെ സംബന്ധിച്ച് അസറ്റാണ്. നെക്സ്റ്റ് വൺ, ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്. ഇറ്റ് ഈസ് എ ഫണ്ട് മെയിൻറ്റെയിൻ ബൈ ദി ലൈഫ് ഇൻഷുറൻസ് കമ്പനി ടു മീറ്റ് ദി ഫ്യൂച്ചർ ക്ലെയിംസ്. ഭാവിയിൽ വരുന്ന ക്ലെയിംസിൻ്റെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനി മെയിൻ ചെയ്യുന്ന ഫണ്ടിനെയാണ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദ എക്സസ് ഓഫ് റവന്യൂ റിസീപ്റ്റ് ഓവർ ദ റവന്യൂ പേയ്മെൻറ്റ്. റവന്യൂ പേയ്മെൻറ്റിനേക്കാളും എക്സസായി വരുന്ന ആ ഫണ്ടിൽ നിന്നാണ് ഇവർ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ഓർ സിംപ്ലി ലൈഫ് ഫണ്ട്. ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് അല്ലെങ്കിൽ സിംപ്ലി ലൈഫ് ഫണ്ട് എന്നൊക്കെ ഇതിനെ പറയുന്നു. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള ഭാഗമാണ്. ഒന്ന് പഠിച്ചു വയ്ക്കാം കേട്ടോ. വീഡിയോയിൽ നമുക്ക് ലൈഫ് ഫണ്ടിൻ്റെ കാൽക്കുലേഷനും അതിന് കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.